നിസ്കാരത്തിൻ്റെ സമയങ്ങൾ ഏതു മുതൽ ഏതു വരെയാണ്? ഓരോ നിസ്കാരത്തിൻ്റെയും സമയങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? 5 നേരത്തെ നിസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർബന്ധമാക്കി. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അങ്ങനെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അഥവാ ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം എന്നത് സമയബന്ധിതമായി നിസ്കരിക്കൽ നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് നിസ്കാരത്തിൻ്റെ സമയങ്ങൾ നബിക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ ആദ്യം ലൊഹർ എടുക്കുകയാണെങ്കിൽ ലൊഹറിൻ്റെ സമയം തുടങ്ങുന്നത് ഉച്ചയിൽ നിന്നും സൂര്യൻ തെറ്റിക്കഴിഞ്ഞത് മുതൽക്കാണ്. അപ്പോൾ അവിടെ ഒരു ഉച്ചയിൽ നിന്ന് എങ്ങനെ തെറ്റിയെന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. രാവിലെ സമയത്ത് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നത് കൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കും നിഴലുണ്ടാവുക. മധ്യത്തിലേക്ക് സൂര്യൻ എത്തുന്നതോടുകൂടി നിഴലില്ലാതെയാകും. സൂര്യൻ പടിഞ്ഞാറിലേക്ക് തെറ്റുന്നതോടുകൂടി നിഴൽ കിഴക്കോട്ട് വളർന്ന് വരുന്ന രീതിയാണ് ഉണ്ടാവുക. ഒരു വസ്തുവിൻ്റെ നിഴൽ കിഴക്കോട്ട് വളരാൻ തുടങ്ങിയ സമയം മുതൽക്കാണ് ലൊഹറിൻ്റെ സമയം തുടങ്ങുന്നത്. അത് തുടങ്ങി ആ വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്ര തന്നെ നീളം വരിക. അപ്പോൾ 1 മീറ്റർ നീളമുള്ളൊരു വസ്തുവാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരാളുടെ നീളം ഏതാണ്ട് ഒരു മീറ്റർ നീളമാണെന്ന് വിചാരിക്കുക. അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിഴൽ 1 മീറ്റർ നീളം വരുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അസറിൻ്റെ സമയമായി. ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അതേ വലിപ്പം ആയത് മുതൽക്ക് അസ്തമനത്തിൻ്റെ ഭാഗമായി ചക്രവാളത്തിൽ മഞ്ഞ നിറം വരുന്നൊരവസ്ഥ വരും. ആ മഞ്ഞ അതല്ലെങ്കിൽ ചുവപ്പ് നിറക്കെ വരുന്ന സമയത്ത് അതോടുകൂടി അസറിൻ്റെ ആദ്യ സമയം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അകാരണമായി കൊണ്ട് അസറിനെ പിന്തിപ്പിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ സമയം വരെയൊക്കെ അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും കാരണങ്ങളോ മറ്റൊക്കെ ഉണ്ട് മതപരമായ രൂപത്തിൽ, നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ല യാത്രയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളിലോ പെട്ട് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സൂര്യാസ്തമയം വരേക്കും നിസ്കരിക്കാവുന്നതാണ്. സൂര്യാസ്തമയം വരേക്കും നിസ്കരിക്കാം. ഇനി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്തമനം കണക്കാക്കുന്നത് സൂര്യഗോളം മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും പരിപൂർണമായി നീങ്ങിപ്പോവുക, മറയുക എന്നതാണ്. അതോടുകൂടി മഗ്രിബിൻ്റെ സമയം ആരംഭിച്ചു. അത് കഴിഞ്ഞ് അസ്തമന ശോഭ, ഷഫക്കുൽ അഹ്മർ എന്നാണ് അതിന് പറയാറുള്ളത്. ഷഫക്കുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ ആ അസ്തമന സമയത്തുണ്ടാകുന്ന ആ ചുവപ്പ് നിറം അത് സമ്പൂർണമായും ഇല്ലാതെയാകുന്നതോടുകൂടി മഗ്രിബിൻ്റെ സമയം അവസാനിച്ചു കഴിഞ്ഞു. ആ അവസാനിക്കുന്നിടത്താണ് ഇഷായിൻ്റെ സമയം തുടങ്ങുന്നത്. അങ്ങനെ ഇഷായിൻ്റെ സമയം എന്ന് പറയുമ്പോൾ അതിൽ പണ്ഡിതന്മാർ 2 അഭിപ്രായമുണ്ട്. ഒന്ന്, ഇഷായിൻ്റെ സമയം അർദ്ധരാത്രി വരെയാണ്. അർദ്ധരാത്രി എന്ന് അപ്പോൾ അതിന് നമുക്കൊരു കൃത്യമായ സമയം പറയാൻ കഴിയുകയില്ല. അതായത് സൂര്യാസ്തമയവും അതുപോലെ തന്നെ സൂര്യോദയവും കണക്കും നോക്കുമ്പോൾ അതിൻ്റെ സമയത്തിൻ്റെ നേർപകുതി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണോ ആ സമയം വരിക ആ സമയത്താണ് അർദ്ധരാത്രി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഫജ്ർ വരേക്കും അതിൻ്റെ സമയമുണ്ട് എന്നതാണ്. അപ്പോൾ അതിൽ അർദ്ധരാത്രി വരെ എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ ഫജ്റിൻ്റെ സമയത്തേക്ക് അനുവാദം നൽകിയതും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദുറുകളോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ ഇനിയിപ്പോൾ ഒരാളുടെ അർദ്ധരാത്രിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഇനി ഫജ്റിൻ്റെ സമയം വരെ പോയി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാരണവുമില്ലാതെ അർദ്ധരാത്രിയേക്കാൾ അങ്ങേപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമല്ല എന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഫജ്റാണ്. ഫജ്ർ നിസ്കാരം അതിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഖഹാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫജ്ർ സ്വാദിഖ്, ഫജ്ർ കാദിബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 സമയങ്ങളുണ്ട്. അഥവാ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഫജ്ർ സ്വാദിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നൊരു സമയമുണ്ടല്ലോ, ഈ ഒരു സമയത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ ചക്രവാളത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ചെറിയ വെളിച്ചം കാണും. നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെളിച്ചവും അതുപോലെ തന്നെ ലൈറ്റുകളും
ഒക്കെ വളരെ ശക്തമായി ഉള്ളൊരു കാലഘട്ടവും അതുപോലെ തന്നെ രാത്രി പോലും പകലിനെ പോലെ വെളിച്ചമാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഇത് നമുക്ക് അറിയുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. അതെ. അതായത് ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ചക്രവാളത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ഒരു വെളിച്ചം കാണും. ആ വെളിച്ചം കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ പ്രഭാതമാകും. ആ പ്രഭാതമാകുമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ വെളിച്ചം മങ്ങിപ്പോകും. ഇതിന് ഇവർ ഫജ്ർ ഖാദിബ് അല്ലെങ്കിൽ ഫജ്റുൽ അവ്വൽ, ഒന്നാമത്തെ ഫജ്ർ എന്ന് പറയും. ഈ സമയത്ത് ഒരിക്കലും എന്താ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഫജ്ർ സാദിഖ്, വെളിച്ചം ഇങ്ങനെ വെച്ച് കാണാം. അത് പിന്നീട് ഇങ്ങനെ വെളിച്ചം കൂടി 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 വരുന്ന രീതിയാണ് ഉണ്ടാകുക. ഈ സമയം മുതൽക്ക് സൂര്യോദയം വരെയാണ് ഫജ്റിൻ്റെ സമയം എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ കാര്യങ്ങളെ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരങ്ങൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും പുണ്യമുള്ളത്. എന്നാൽ ഇശാ നിസ്കാരത്തിൽ അതിൻ്റെ അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുക എന്നതൊരു സുന്നത്താണ്. അത് പള്ളിയിൽ ആദ്യ സമയത്ത് തന്നെ നിസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ സുന്നത്ത് എടുക്കട്ടെ എന്ന് വിചാരിച്ച അവസാന സമയത്തേക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റില്ല. ഒരു നാട്ടിൽ ആ ഗ്രാമവാസികളെല്ലാവരും തീരുമാനിക്കുകയാണ് നമുക്ക് ഇശാഇനെ ഒരല്പം പിന്തിപ്പിച്ച് നിസ്കരിക്കാമെന്ന് തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഹൈറായ തീരുമാനമാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവ്വൽ വക്തിൽ ഇശാ നിസ്കാരം അവിടെ നടക്കുന്നുണ്ട്. ആഖിർ വക്തിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജമാഅത്തിലെത്തുന്ന ആളുകൾ പോലും എത്താനുള്ള സാധ്യതയില്ല. ആളുകൾക്ക് അപ്പോഴേക്കും ഉറങ്ങാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ ഇനി അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. അവിടെ ഏറ്റവും അഫ്ളൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. കാരണം ഉറക്കത്തിൽപ്പെട്ട് ജമാഅത്ത് നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ജമാഅത്തായി നിസ്കരിച്ച് പിരിയുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് നിസ്കാരത്തിൻ്റെ 5 നേരത്തെ നിസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.